പണ്ടൊരിക്കൽ നരൻ, നാരായണൻ എന്നീ മഹർഷിമാർ പരിശുദ്ധ ബദരികാശ്രമത്തിൽ 1000 വർഷം ബ്രഹ്മത്തെ തപസ് ചെയ്ത് വസിച്ചു. ഇവരുടെ അതിഘോരമായ തപസ്സുകൊണ്ട് ഇന്ദ്രൻ ഭയാകുലനായി തീർന്നു. നരനാരായണന്മാർ ഇന്ദ്രപദവി ആഗ്രഹിച്ചാണ് വൻ തപം ചെയ്യുന്നതെന്നും താൻ സ്ഥാനഭ്രഷ്ടനായേക്കുമെന്നും വിചാരിച്ച് ആ ഭീരു മുനിമാരുടെ അടുക്കൽ വന്ന് ഏതെങ്കിലും വരം ചോദിച്ചുകൊള്ളുവാൻ പറഞ്ഞു. ഇന്ദ്രൻ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടും അവർ അനങ്ങുകയോ ഒരക്ഷരം പോലും ഉച്ചരിക്കുകയോ ചെയ്തില്ല. ഇന്ദ്രന് ഭയം അധികമായി. അതിനാൽ ഭയമോഹാദികളെ ജനിപ്പിക്കുന്ന മായയെ സൃഷ്ടിച്ച് തപോവിഘ്നം വരുത്തുവാൻ ഇന്ദ്രൻ നിശ്ചയിച്ചു. സിംഹം, ആന, പെരുമ്പാമ്പ് മുതലായ ഭീകര ജന്തുക്കളെയും കാറ്റ്, മഴ, കാട്ടുതീ, കൊടുങ്കാറ്റ് മുതലായ പ്രകൃതി വൈചിത്ര്യങ്ങളെയും സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും അവർ കുലുങ്ങിയില്ല. ഇതെല്ലാം കൊണ്ട് നിരാശനായ ഇന്ദ്രൻ കാമദേവനെ വരുത്തി ഒരാലോചന നടത്തി. അതിന്റെ ശേഷം നരനാരായണന്മാരുടെ തപസ് മുടക്കുന്നതിനു വേണ്ടി കാമദേവനും രതീദേവിയും അനേകം അപ്സരസ്സുകളോടുകൂടി ഗന്ധമാദന പർവ്വതത്തിലുള്ള ബദരികാശ്രമത്തിൽ വന്നുചേർന്നു. അവർ കാട്ടിൽ വസന്തകാലം സൃഷ്ടിച്ചു. രംഭ തുടങ്ങിയ സംഗീത രസികകൾ മുനിമാരുടെ മുമ്പിൽ വന്ന് പാട്ടും ആട്ടവും തുടങ്ങി. നരനാരായണന്മാരുടെ ഹൃദയങ്ങൾ വികാരതരളമായി തീർന്നു. അവർ കണ്ണു തുറന്നപ്പോൾ മേനക, രംഭ, തിലോത്തമ, സുകേശിനി, മനോരമ, മഹേശ്വരി, പുഷ്പഗന്ധ, പ്രമധ്വര, ഘൃതാഭി, ചന്ദ്രപ്രഭ, സോമ, വിദ്യുന്മാല, അംബുജാക്ഷി, കാഞ്ചനമാല മുതലായ സ്വർലോക സുന്ദരികൾ അവരുടെ 10,080 തോഴിമാരോടുകൂടി മുൻപിൽ വന്ന് നിൽക്കുന്നു. ക്ഷുഭിതനായ നാരായണമുനി തന്റെ കൈകൊണ്ട് തുടമേൽ മെല്ലെ ഒന്നടിച്ചു. ഉടനെ തന്നെ അവിടെ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉത്ഭവിച്ചു. നാരായണന്റെ ഊരുവിൽ നിന്നുണ്ടാകയാൽ ആ ത്രൈലോക്യ സുന്ദരിയുടെ പേര് ഉർവശി എന്നായിത്തീർന്നു. മറ്റുള്ളവരെല്ലാം ആ നൂതന സൃഷ്ടിയെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നുപോയി. തദനന്തരം മറ്റു പല അത്ഭുത സുന്ദരിമാരെയും സൃഷ്ടിച്ചു. നാരായണ മഹർഷി അവരെയെല്ലാം ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ ലജ്ജയോടുകൂടി സ്ത്രീകളെ ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ ഉർവശി ദേവലോകത്തിൽ വന്നു ചേർന്നു.